ഇനിയും നിങ്ങൾ ഇങ്ങനെയാണ് HR മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്നതെങ്കിൽ നോ യൂസ്, ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ പോകുന്നില്ല. ഈ AI കാലഘട്ടത്തിൽ ഒരിക്കലും പണി പോകാത്ത അല്ലെങ്കിൽ ജോബ് കട്ട് ഇല്ലാത്ത കരിയർ ഏതെന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നൊരു കോഴ്സാണ് HR മാനേജ്മെന്റ്. കാരണം ഇതൊരു പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽ ആയതുകൊണ്ടും അതുപോലെ കമ്പനികളുടെ മാനേജീരിയൽ ലെവലിൽ ഒരു എൻട്രി പോസ്റ്റിൽ തന്നെ നമുക്ക് ജോബ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2026 മുതൽ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ അത്രയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ കമ്പനികൾ ഏത് തരത്തിലുള്ള HR കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൈ നെയിം ഈസ് മുസമ്മിൽ. വെൽക്കം ടു അപ്സ്കിൽ കരിയേഴ്സ്. HR കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ ഏറ്റവും ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ HR ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഈ AI കാലഘട്ടത്തിൽ ഒരിക്കലും പണി പോകാത്ത അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലാത്ത ഒരു കരിയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് HR ഒരു ഫസ്റ്റ് ഓപ്ഷനായി വരാനുള്ള പ്രധാന കാരണം ഇതൊരു പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ലാണ് അല്ലെങ്കിൽ ജോബാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഒരു കമ്പനിക്കകത്ത് വേണ്ട റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഓപ്പറേഷൻസ് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് HR എന്നുള്ളത്. ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കിനെയും AI വളരെ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ലിലേക്ക് അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെന്റ് വർക്കിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് HR ഇന്നൊരു നല്ല പോസ്റ്റ് ആയിട്ട് മാറാനുള്ള കാരണം. HR ഒരേ സമയം കമ്പനിയുടെ മാനേജ്മെന്റ് ലെവലിലുള്ള ആളാണ്, അതുപോലെ എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നല്ല സാധ്യത ഈ ഒരു മേഖലയിലുണ്ട്. 20-30 സ്റ്റാഫുകളുള്ള എല്ലാ കമ്പനികളും ഇന്ന് അവരുടെ പ്രോപ്പർ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനും ഓപ്പറേഷനും HR-നെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അബ്രോഡ് ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നല്ലൊരു സാധ്യതയുള്ള കരിയറാണ് HR എന്ന് പറയുന്നത്. മാത്രമല്ല, എല്ലാവരുടെയും സാലറി ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് HR എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു കരിയറിൽ കിട്ടാൻ സാധ്യതയുണ്ട്. HR മാനേജ്മെന്റ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്പർ 1, HR ഒരിക്കലും ഒരു തിയറി ക്ലാസ് അല്ല, അല്ലെങ്കിൽ തിയറി മോഡിൽ പഠിക്കേണ്ട കാര്യമല്ല. പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടേണ്ട ഒരു കരിയറാണ്. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം HR-ൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, റിക്രൂട്ട്മെന്റ് ആവട്ടെ, സെലക്ഷൻ ആവട്ടെ, അതുപോലെ പീപ്പിൾ മാനേജ്മെന്റ് ആവട്ടെ, എംപ്ലോയി മാനേജ്മെന്റ് ആവട്ടെ, എംപ്ലോയി ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നതാവട്ടെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. തിയറി പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ സമയത്ത് ഒരിക്കലും ബിഹേവ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാതെ ഇത് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ രംഗത്ത് ശോഭിക്കാൻ പറ്റില്ല. അതുകൊണ്ട് HR-ന്റെ തിയറി പഠിക്കുന്നതിനേക്കാൾ ഉപരി ആ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. നമ്പർ 2, HR ഒരിക്കലും ഒരു ലേണിംഗ് പ്രോസസ് അല്ല, ഗ്രൂമിംഗ് പ്രോസസ്സാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ലേണിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് പഠിക്കാം എന്നുള്ളതാണ്. പക്ഷേ HR-നെ സംബന്ധിച്ചിടത്തോളം HR ഒരു മാനേജീരിയൽ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിനോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, അവിടെ കോർഡിനേഷൻ സ്കില്ലും ഒരുപാട് ആവശ്യമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതൊക്കെ നിങ്ങൾക്കൊരു പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമാൻഡിങ് പവർ കിട്ടാൻ കമ്പനിക്കകത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ട ഒന്നാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ബിഹേവിയറൽ ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് HR ശരിക്കും ഒരു തിയററ്റിക്കലി പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സിനേക്കാൾ ഒരു ഗ്രൂമിംഗ് പ്രോസസ്സാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇത്തരത്തിൽ നിങ്ങളെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഗ്രൂമിംഗ് ചെയ്തു തരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈവൻ നിങ്ങളുടെ ഡ്രസ്സിംഗ്, ബിഹേവിയർ, നടത്തം, ഐ കോണ്ടാക്ട്, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം പക്ക പ്രാക്ടിക്കലായിട്ട് തരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു HR-ആയി ഒരു കമ്പനിക്കകത്ത് ശോഭിക്കാൻ പറ്റൂ. നമ്പർ 3, ഞാൻ നേരത്തെ പറഞ്ഞു, HR ഒരു പീപ്പിൾ മാനേജ്മെന്റ് ജോബാണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നോ കമ്പനിയുടെ ഹയർ പൊസിഷനോ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ കമാൻഡിങ് പവറും പക്ക പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായ സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് എസ്പെഷ്യലി ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കാനുള്ള സ്കിൽ ഉണ്ടാക്കി തരുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് പീപ്പിളിനെ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കോർഡിനേഷൻ വർക്കുകളൂടെ തരുന്ന സ്ഥാപനമാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി നോക്കണം. കാരണം HR, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എൻട്രി ലെവലിൽ തന്നെ നിങ്ങൾ ഒരുപാട് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്, ഒരുപാട് എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടതാണ്.
അതുകൊണ്ട് തന്നെ ഈ സ്കിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്പർ 4, പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ നല്ലൊരു HR ആവില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ നോളജും വേണം. കാരണം നിങ്ങളുടെ കമ്പനിക്കകത്ത് 20-30 സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, അവരുടെ പേറോൾ മാനേജ്മെന്റ്, അവരുടെ എംപ്ലോയി പെർഫോമൻസ് ഇതെല്ലാം കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടേണ്ടതാണ്. ഇതിന്റെ എല്ലാം അവരുടെ പെർഫോമൻസ് റിപ്പോർട്ടും അനാലിസിസും നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ നോളജ് ആവശ്യമാണ്. എസ്പെഷ്യലി MS ഓഫീസ് അല്ലെങ്കിൽ Excel വെച്ചിട്ടൊക്കെ നമ്മൾ ഇവരെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു Excelലുള്ള നോളജ് അല്ലെങ്കിൽ MS ഓഫീസിലുള്ള എല്ലാ കാര്യത്തിലുള്ള നോളജ് നിങ്ങൾക്ക് അത്യന്താപേക്ഷിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് AI ടൂളുകൾ അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ പെർഫോമൻസ് മാനേജ്മെന്റിനും എംപ്ലോയി മാനേജ്മെന്റും പേറോൾ കാൽക്കുലേഷനും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നുള്ള സോഹോ പോലത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഒരുപാട് കമ്പനികൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ നോളജ് കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. മാത്രമല്ല ലിങ്ക്ഡിൻ പോലത്തെ ഒരുപാട് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലുള്ള ഒരു ഡിജിറ്റൽ നോളജും ഒരു ടെക്നിക്കൽ നോളജും HR ആയിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പ്ലേസ്മെന്റ് റെക്കോർഡ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് അഷുറൻസ്. നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HR ഒരു മാനേജീരിയൽ ലെവൽ ജോബ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ജോബ് റോളിലേക്ക് എടുക്കുന്ന സമയത്ത് കമ്പനികളുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ഹയർ അതോറിറ്റി നിങ്ങളുടെ സ്കില്ല് നല്ല രീതിയിൽ അവരെന്ത് ചെയ്യും, ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 4 സ്കില്ലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ജോബ് എൻട്രി കിട്ടും. നേരത്തെ പറഞ്ഞ 4 സ്കില്ലും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാതെ തിയറി മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പ്ലേസ്മെന്റ് ബുദ്ധിമുട്ടായിരിക്കും. ഇനി കിട്ടുന്ന പ്ലേസ്മെന്റ് തന്നെ അവിടെ ശോഭിക്കാനും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും പ്രോപ്പറായിട്ട് പ്ലേസ്മെന്റും ബ്ലെൻഡ് ചെയ്ത് ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പ്രത്യേകിച്ച് MBA HR കഴിഞ്ഞ് വരുന്ന ഒരുപാട് ആളുകളുമായിട്ടായിരിക്കും നമ്മൾ MBAയുടെ PG ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ 6 month 1 year കോഴ്സോ ഒക്കെ എടുക്കുന്ന സമയത്ത് കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പല MBA കോളേജുകളിൽ നിന്നും പാസ്ഡ് ഔട്ട് ആയി വരുന്ന HR പ്രൊഫഷണൽസിന് ഈ പറഞ്ഞ പ്രാക്ടിക്കൽ സ്കില്ലൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് MBA കഴിഞ്ഞ ആളാവട്ടെ അല്ലെങ്കിൽ ഇനി MBA HR പ്രൊഫഷനിലേക്ക് കടക്കാൻ നോക്കുന്ന ആളാവട്ടെ നിങ്ങൾക്ക് ഈ 4 അല്ലെങ്കിൽ 5 സ്കില്ലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്നാലേ നിങ്ങൾക്ക് HR കരിയറിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റൂ. നല്ല ഫ്യൂച്ചറുള്ള കരിയറാണ്, ധൈര്യമായിട്ട് എൻട്രി ചെയ്യാം. നല്ല ഹൈ സാലറിയും കിട്ടുന്ന കരിയറാണ് HR എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ, നേരത്തെ പറഞ്ഞ 4 സ്കില്ലും പ്രോപ്പർ പ്ലേസ്മെന്റും കൊടുക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്പ് സ്കില്ലിലേക്ക് വരാം. കാരണം നമ്മുടെ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഈ ഒരു സിലബസിൽ MBA HR കഴിഞ്ഞ ഒരാൾക്ക് പോലും ഇല്ലാത്ത സ്കില്ല് അല്ലെങ്കിൽ ഇന്ന് ഇൻഡസ്ട്രി എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ല് അതാണ് നമ്മളിവിടെ ഗ്രൂം ചെയ്തെടുക്കുന്നത്. സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്ത് ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ മാത്രം എടുത്തുകൊണ്ടുള്ള നമ്മുടെ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടി പഠിക്കാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ സ്കില്ലും പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ലും പ്രോപ്പറായി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതോടുകൂടി നിങ്ങളെ നല്ല രീതിയിൽ ഒരു HR അല്ലെങ്കിൽ ഒരു മാനേജറിയൽ ലെവലിൽ ആളെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് ഗ്രൂം ചെയ്തെടുക്കുക കൂടിയാണ് അപ്സ്കിൽ ചെയ്യുന്നത്. പല കമ്പനികളുടെ CEOs ഉൾപ്പെടുന്ന നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റി പൂളാണ് നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും മാത്രമല്ല നമ്മുടെ അപ്സ്കില്ലെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ടെക്നിക്കൽ ട്രെയിനിങ്ങും ഒക്കെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വൃത്തിയായിരിക്കും ഈ ഒരു ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കരിയർ വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്സ്കില്ലിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു HR മാനേജ്മെന്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞങ്ങൾ ഉറപ്പു തരുന്നു. സോ കൂടുതൽ കരിയർ റിലേറ്റഡ് വീഡിയോസ് കാണാനായി അപ്സ്കിൽ കരിയേഴ്സ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.